പിതൃസ്മരണയിൽ വിശ്വാസികൾ ഇന്ന് കർക്കിടകവാവ് ആചരിച്ചു. ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും ജനങ്ങളുടെ തിരക്ക് അനുഭവപ്പെട്ടു. മാളയിൽ മൊബൈൽ ടവറിന്റെ എർത്ത് കേബിളുകൾ മോഷ്ടിച്ച യുവാവിനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. ആളൂർ കല്ലേറ്റുങ്കര ചിറയത്ത് വീട്ടിൽ ജോജോയാണ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പിതൃസ്മരണയിൽ വിശ്വാസികൾ ഇന്ന് കർക്കിടകവാവ് ആചരിച്ചു. ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും ജനങ്ങളുടെ തിരക്ക് അനുഭവപ്പെട്ടു. ആറാട്ടുപുഴ മന്ദാരംകടവ് കൂടപ്പുഴ ശിവവിഷ്ണു ക്ഷേത്രം, കൂടപ്പുഴ ആറാട്ടുകടവ് അന്നമനട ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം, മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലുമായി നിരവധി വിശ്വാസികൾ പിതൃതർപ്പണം നടത്തി. പിതൃമോക്ഷം തേടി കർക്കിടകവാവ് ബലിക്കായി ആറാട്ടുപുഴ മന്ദാരംകടവിൽ ആയിരങ്ങളെത്തി. മന്ദാരക്കടവിലെ കർക്കിടകവാവ് ബലിയും പിതൃതർപ്പണവും ഭക്തിനിർഭരമായി നടന്നു. ശനിയാഴ്ച പുലർച്ചെ മുതൽ 10 മണിവരെ ബലിതർപ്പണം നടന്നു. തിലഹോമം, കുവളപ്പറ, എള്ളുതിരി, പുഷ്പാഞ്ജലി എന്നിവ നടത്തുന്നതിനുള്ള സൗകര്യവും കടവിലൊരുക്കിയിരുന്നു. ബലിതർപ്പണത്തിനെത്തുന്ന എല്ലാവർക്കും കടവിൽ ലഘുഭക്ഷണം ഒരുക്കിയിരുന്നു. മാപ്രാണം സുരേഷ് ശാന്തി, സന്തോഷ് ഇളയത്തുകുറ്റൂർ എന്നിവർ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. കരുവന്നൂർ പുഴ നിറഞ്ഞ് കവിഞ്ഞ് മന്ദാരം കടവ് മുങ്ങിയിരുന്നതിനാൽ ബണ്ട് റോഡിലാണ് ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഒരുക്കിയിരുന്നത്. പുഴയിൽ വെള്ളം ഉയർന്നതിനാൽ തന്നെ ഇരിഞ്ഞാലക്കുട ഫയർഫോഴ്സിന്റെ പ്രത്യേക സംഘവും കടവിൽ മുഴുവൻ സമയവും നിർദ്ദേശങ്ങളുമായി ഉണ്ടായിരുന്നു. പോലീസ് സുരക്ഷയൊരുക്കി സ്ഥലത്തുണ്ടായിരുന്നു. വെള്ളം ഉയർന്നതിനാൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ തിരക്ക് കുറവായിരുന്നു. പൂർവികരുടെ സ്മരണയ്ക്കായി ബലിതർപ്പണത്തിനായി ആയിരങ്ങൾ കൂടപ്പുഴ ആറാട്ടുകടവിൽ അണിനിരന്നു. ശനിയാഴ്ച വെളുപ്പിന് മുതൽ കൂടപ്പുഴ ശിവവിഷ്ണു ക്ഷേത്രത്തിലും കൂടപ്പുഴ ആറാട്ടുകടവിലൊരുക്കിയ ബലിയിടൽ കേന്ദ്രത്തിലും തിരക്ക് അനുഭവപ്പെട്ടു. കൂടപ്പുഴ NSS കരയോഗവും ക്ഷേത്ര സംരക്ഷണ സമിതിയും ചേർന്നാണ് കർക്കിടകവാവ് ബലിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയത്. വെളുപ്പിന് 4 മുതൽ ബലിയിടൽ ചടങ്ങുകൾ ആരംഭിച്ചു. മോഹനൻ ഇളയത്ത്, ബിനു, ബാബു, സുധീഷ്, അനിൽകുമാർ എന്നിവർ വാവ് ബലിക്രമങ്ങൾക്ക് നേതൃത്വം നൽകി. വെളുപ്പിന് ക്ഷേത്രത്തിൽ നടന്ന ഗണപതി ഹോമം, മറ്റു ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് താമരപ്പള്ളി മനജാതവേദൻ തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബലിതർപ്പണം കഴിഞ്ഞു വരുന്ന ഭക്തർക്ക് ക്ഷേത്രത്തിൽ അന്നദാനവും ഒരുക്കിയിരുന്നു. പുഴയിലെ ജലനിരപ്പും ഒഴുക്കും പരിഗണിച്ച് ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത്. സിവിൽ ഡിഫൻസ് വളണ്ടിയേഴ്സും പോലീസും സംഘാടക വളണ്ടിയേഴ്സും ഭക്തർക്ക് വേണ്ട നിർദ്ദേശം നൽകി. ക്ഷേത്രം NSS ഭാരവാഹികളായ സുകുമാരൻ മറ്റത്തിൽ, സജീവ് വെള്ളന്നൂർ, ശ്രീകുമാർ ചിറക്കൽ, പ്രകാശ് പ്ലാവിൻ തോട്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ ടൈം, തൃശൂർ, ചാലക്കുടി. മാളയിൽ മൊബൈൽ ടവറിന്റെ എർത്ത് കേബിളുകൾ മോഷ്ടിച്ച യുവാവിനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. ആളൂർ കല്ലേറ്റുങ്കര ചിറയത്ത് വീട്ടിൽ ജോജോയാണ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മോഷണം നടത്താൻ ഉപയോഗിച്ച ഉപകരണങ്ങളും ബാഗും കണ്ടെത്തി. വെള്ളിയാഴ്ച രാവിലെ മാള ഫൊറോന പള്ളി കോംപ്ലക്സിൽ സ്ഥാപിച്ചിരുന്ന മൊബൈൽ ടവറിലാണ് മോഷണം നടന്നത്. വെള്ളിയാഴ്ച രാവിലെ മാള ഫൊറോന പള്ളി കോംപ്ലക്സിൽ സ്ഥാപിച്ചിരുന്ന മൊബൈൽ ടവറിന്റെ ഷെൽട്ടറിലാണ് മോഷണം നടന്നത്. രാവിലെ ഇരുചക്ര വാഹനത്തിൽ എത്തിയ ആൾ മൊബൈൽ ടവറിന്റെ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന സ്ഥലത്തെത്തി കേബിളുകൾ ശേഖരിക്കുമ്പോൾ എറണാകുളത്ത് മൊബൈൽ ടവർ കമ്പനി ഓഫീസിൽ മെസ്സേജ് ലഭിച്ചു. തുടർന്ന് ഇവിടെ നിന്നും അഷ്ടമിച്ചിറയിൽ ഓഫീസിലെ ജീവനക്കാരനെ വിളിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തുകയായിരുന്നു. ജീവനക്കാരൻ ടവറിന് സമീപം എത്തിയപ്പോൾ മോഷ്ടാവിനെ കാണുകയും ചോദ്യം ചെയ്തപ്പോൾ ജീവനക്കാരനെ തള്ളിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു. മോഷ്ടാവ് ഇരുചക്ര വാഹനത്തിൽ കോംപ്ലക്സിലേക്ക് വരുന്നതും ഓടുന്നതുമായ ദൃശ്യങ്ങൾ സമീപത്തെ സ്ഥാപനത്തിലെ CCTVയിൽ പതിഞ്ഞിരുന്നു. മാള അഷ്ടമിച്ചിറ സ്വദേശിയുടെ പരാതി ലഭിച്ചതിനെ തുടർന്ന് മാള പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും മോഷ്ടാവ് ഉപേക്ഷിച്ചുപോയ ഇരുചക്ര വാഹനം കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു. തുടർന്ന് വാഹന നമ്പറും CCTV ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് രാത്രിയോടെ പ്രതിയെ മാളയിൽ നിന്നും പിടികൂടിയത്. പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നും ആളൂരിൽ മൊബൈൽ ടവറിൽ നിന്നും ബാറ്ററി മോഷണം നടത്തിയ കേസിലും എറണാകുളം ജില്ലയിൽ വിവിധ മോഷണ കേസുകളിലും കേസുണ്ടെന്ന് പ്രതി സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. പ്രതിയെ സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി. മീഡിയ ടൈം, മാള. മലപ്പുറം കാളികക്കാവിൽ നിന്ന് മോഷ്ടിച്ച കാറുമായി കടന്ന യുവാവിനെ പുതുക്കാട് പോലീസ് പിടികൂടി. ആലപ്പുഴ ആരുക്കുറ്റി സ്വദേശി പെരിങ്ങാട്ട് വീട്ടിൽ 28 വയസ്സുള്ള ഫൈസലാണ് പുതുക്കാട് പോലീസിന്റെ പിടിയിലായത്. വെള്ളിയാഴ്ച വൈകിട്ടായിരുന്നു സംഭവം.
മലപ്പുറത്ത് നിന്ന് കാർ മോഷ്ടിച്ച് കടന്ന യുവാവിനെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് പാലിയക്കര ടോൾ പ്ലാസയിൽ വെച്ച് പരിശോധന നടത്തുന്നതിനിടെ പോലീസിനെ വെട്ടിച്ച് കടന്ന കാറിനെ പോലീസ് പിന്തുടരുകയായിരുന്നു. പുതുക്കാട് പോലീസ് സ്റ്റേഷന് മുൻപിലെ യു-ടേണിൽ വെച്ച് പോലീസ് കാർ തടഞ്ഞെങ്കിലും യുവാവ് പുറത്തേക്കിറങ്ങി ഓടി. പിന്നാലെ ഓടിയ പോലീസ് പ്രതിയെ പിടികൂടുകയായിരുന്നു. പിന്നീട് കാളിക്കാവ് പോലീസിന് പ്രതിയെ കൈമാറി. നിരവധി മോഷണ കേസുകളിലെ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. പുതുക്കാട് SHO വി സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. മീഡിയ ടൈം, പുതുക്കാട്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുമുണ്ട്. അതിനാൽ കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകാനാണ് സാധ്യത. നാളെയും ഈ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്തും തമിഴ്നാട് തീരത്തും നാളെ രാത്രി 11:30 വരെ 2 മുതൽ 2.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി. പുത്തൂരിലെ കൈനൂർ പുഴയിൽ കാണാതായ അഖിൽ എന്ന യുവാവിന്റെ മൃതദേഹം പുത്തൂർ കൂരോത്തുംകടവിൽ നിന്നും കണ്ടെത്തി. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെ ഫയർഫോഴ്സ്, NDRF, പോലീസ്, നീന്തൽ വിദഗ്ധർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഒല്ലുക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KV സജു, ജോസഫ് ടാജറ്റ്, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലിബി വർഗീസ്, PS സജിത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗം PB സുരേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ബാബു, സിനി പ്രദീപ് കുമാർ തുടങ്ങി ജനപ്രതിനിധികളും മിഷനിൽ പങ്കാളികളായി. അതിരപ്പിള്ളി മലക്കപ്പാറ യാത്രാ നിയന്ത്രണം തുടരും. ജില്ലയിൽ മഴ തുടരാനുള്ള സാധ്യതയും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയെ തുടർന്ന് പല റോഡുകളിലും വെള്ളക്കെട്ടും അപകട സാധ്യതയും നിലനിൽക്കുന്നതിനാൽ അതിരപ്പിള്ളി മലക്കപ്പാറ വഴിയുള്ള എല്ലാ യാത്രയ്ക്കും ഓഗസ്റ്റ് 3, 4 തീയതികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിട്ടു. അടിയന്തര സാഹചര്യങ്ങളിൽ വാഹനങ്ങൾക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മുൻകൂർ അനുമതിയോടെ യാത്ര ചെയ്യാവുന്നതാണ്. ആവശ്യമായ നടപടികൾ ജില്ലാ പോലീസ് മേധാവികൾ സ്വീകരിക്കണമെന്നും കലക്ടർ നിർദ്ദേശം നൽകി. ഇനി നാട്ടിൽ നടന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ അവഹേളിച്ച് വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റിട്ടുവെന്ന പരാതിയിൽ കേസ്. മാള സ്വദേശി പള്ളിമുറ്റത്ത് മുഹമ്മദ് സലീം നൽകിയ പരാതിയിൽ വലിയപറമ്പ് സ്വദേശി ആലങ്ങാട്ടുകാരൻ അസീസിനെതിരെയാണ് മാള പോലീസ് കേസെടുത്തത്. ദേശീയപാത കേന്ദ്രീകരിച്ച് കോടികൾ കൊള്ളയടിച്ച കുപ്രസിദ്ധ ഹൈവേ കൊള്ള സംഘത്തെ ചാലക്കുടി പോലീസ് പിടികൂടി മുംബൈ പോലീസിന് കൈമാറി. അതിരപ്പിള്ളി, കണ്ണൻകുഴി, മുല്ലശ്ശേരി കനകാംബരൻ, വെറ്റിലപ്പാറ വഞ്ചിക്കടവ് ചിത്രകുന്നേൽ സതീശൻ, വെറ്റിലപ്പാറ ചക്കന്തറ പുത്തനമ്പുക്കൻ അജോ, കൊന്നക്കുഴി ഏരുവീട്ടിൽ ജിനേഷ്, വടക്കാഞ്ചേരി കമ്മാന്തറ പ്രധാനി വീട്ടിൽ ഫൈസൽ എന്നിവരെയാണ് ചാലക്കുടി DYSP K സുമേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടിയത്. എടത്തിരുത്തി, കയ്പമംഗലം പഞ്ചായത്തുകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ കൊടുങ്ങല്ലൂർ DYSP BK രാജു സന്ദർശിച്ചു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ 112 പേരും കാക്കത്തിരുത്തി ഇസത്തുൽ ഇസ്ലാം മദ്രസയിൽ 100 പേരുമാണ് ക്യാമ്പിലുള്ളത്. ക്യാമ്പിലുള്ളവരുടെ വിവരങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ അദ്ദേഹം സുരക്ഷിതത്വം വിലയിരുത്തി. ക്യാമ്പിലെ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഗാനാലാപനം ജനപ്രതിനിധികളടക്കമുള്ളവർ ആസ്വദിച്ചു. കയ്പമംഗലം ഇൻസ്പെക്ടർ M ഷാജഹാൻ, SI KS സൂരജ് എന്നിവരും DYSPയോടൊപ്പം ഉണ്ടായിരുന്നു. വയനാട് വൈത്തിരി താലൂക്കിലെ വെള്ളരിമല വില്ലേജിൽ മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതത്തിലായവർക്ക് സഹായഹസ്തവുമായി ചാലക്കുടി സർവീസ് സഹകരണ ബാങ്കും ഭരണസമിതി അംഗങ്ങളും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സനീഷ് കുമാർ ജോസഫ് MLA മുഖേന 5,35,555 രൂപ കൈമാറി. ബാങ്ക് പ്രസിഡന്റ് VL ജോൺസൺ, വൈസ് പ്രസിഡന്റ് ദിലീപ് പേരാമ്പ്രത്, ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ റിൻഡോ കണ്ണമ്പുഴ, ജോയ് മാളിയേക്കൽ, OS ചന്ദ്രൻ,
ആൻഡോ മേലേപ്പുറം, അബ്ദുൾ മജീദ്, ജോസ് പുല്ലൻ, ഷനിൽ കുത്തോട്ടുങ്ങാരൻ, ഇന്ദിര ബാബു, റീന ഡേവിസ്, സിനി സന്തോഷ്, സെക്രട്ടറി KP സാബിൻ, അസിസ്റ്റന്റ് സെക്രട്ടറി KJ മിനി, ബ്രാഞ്ച് മാനേജർമാരായ NT ഡേവിസ്, ലൈജോ ലോറൻസ്, M രഘുനാഥ് എന്നിവർ പങ്കെടുത്തു. എടതിരുത്തിയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ നൽകി മണപ്പുറം ഫൗണ്ടേഷൻ. കനോലി കനാൽ കരകവിഞ്ഞ് വെള്ളക്കെട്ടിലായതിനെ തുടർന്ന് 112 പേരാണ് ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ കഴിയുന്നത്. ഇവിടേക്ക് ആവശ്യമായ അരി, പരിപ്പ്, പയർ, കടല, പഞ്ചസാര, പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളാണ് മണപ്പുറം ഫൗണ്ടേഷൻ എത്തിച്ചു നൽകിയത്. മണപ്പുറം ജില്ലേഴ്സ് MD സുഷമ നന്ദകുമാർ എടതുരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബുവിന് ഭക്ഷ്യവസ്തുക്കൾ കൈമാറി. മണപ്പുറം ഫൗണ്ടേഷൻ CEO ജോർജ് D ദാസ്, PRO KM അഷ്റഫ്, കൊടുങ്ങല്ലൂർ DYSP VK രാജു, കയ്പമംഗലം ഇൻസ്പെക്ടർ M ഷാജഹാൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, മറ്റ് ജനപ്രതിനിധികളും സന്നിഹിതരായിരുന്നു. നാഷണൽ NGO കോൺഫെഡറേഷന്റെ 50% സാമ്പത്തിക സഹായത്തിൽ ഇന്റഗ്രേറ്റഡ് IT ഡെവലപ്മെന്റ് സർവീസ് സൊസൈറ്റി മുഖേന 7ാം ഘട്ട തയ്യൽ മെഷീൻ വിതരണം നടത്തി. NGO കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് സഫീർ വിതരണോദ്ഘാടനം നടത്തി. ഇന്റഗ്രേറ്റഡ് IT ഡെവലപ്മെന്റ് സർവീസ് സൊസൈറ്റി മാനേജർ PH ഫസീല, CC സുചിത്ര എന്നിവർ സംസാരിച്ചു. കടലിൽ ഒഴുകിപ്പോയിരുന്ന പോത്തിനെ രക്ഷിച്ചു ബ്ലാങ്ങാട് ബീച്ചിലെ ബിസ്മി വെള്ളത്തിലെ തൊഴിലാളികൾ. ഇന്നലെയാണ് മത്സ്യബന്ധനത്തിനായി പോയ ബ്ലാങ്ങാട് ബീച്ചിലെ B4U മുസ്തഫയുടെ ഉടമസ്ഥതയിലുള്ള വള്ളത്തിലെ തൊഴിലാളികൾ വാടാനപ്പള്ളി 15 കിലോമീറ്റർ പടിഞ്ഞാറ് വെച്ച് പോത്ത് ജീവനോടെ കടലിൽ ഒഴുകി നടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ തൊഴിലാളികൾ കടലിൽ ചാടി കയർ കെട്ടി ഏറെ പരിശ്രമത്തിനൊടുവിൽ പോത്തിനെ വെള്ളത്തിൽ കയറ്റി കരക്കെത്തിച്ചു. പോത്തിന് ആരോഗ്യ പ്രശ്നങ്ങളില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. പിതൃസ്മരണയിൽ വിശ്വാസികൾ ഇന്ന് കർക്കിടകവാവ് ആചരിച്ചു. ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലും ജനങ്ങളുടെ തിരക്ക് അനുഭവപ്പെട്ടു. മാളയിൽ മൊബൈൽ ടവറിന്റെ എർത്ത് കേബിളുകൾ മോഷ്ടിച്ച യുവാവിനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. ആളൂർ കല്ലേറ്റുങ്കര ചിറയത്ത് വീട്ടിൽ ജോജോയാണ് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.